തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ആരെ ഒഴിവാക്കിയാണ് 2023 ഡിസംബറിൽ പാർലമെൻറ്റ് നിയമം പാസാക്കിയത്? അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 498A കുറ്റകൃത്യങ്ങൾ നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 85, 86 വകുപ്പുകളിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 498A കുറ്റകൃത്യങ്ങൾ വന്നിരിക്കുന്നത്. 85, 86 വകുപ്പിലാണ്. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ലോക മാതൃഭാഷാ ദിനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 21. മത്സ്യ 6000 അന്തർവാഹിനി ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് മത്സ്യ 6000 അന്തർവാഹിനി. അത് സമുദ്രയാനുമായി ബന്ധപ്പെട്ടതാണ്. അഗ്നി 4 പ്രൊജക്റ്റ് ഡയറക്ടറായിരുന്ന മലയാളി വനിത ആരാണ്? ടെസ്സി തോമസ് ആണ്. അഗ്നി 4 പ്രൊജക്റ്റ് ഡയറക്ടറായിരുന്ന മലയാളി വനിതയാണ് ടെസ്സി തോമസ്. DRDO രൂപം കൊണ്ട വർഷമാണ് 1958. 1958. 2024 മാർച്ച് 11 നടന്ന മിഷൻ ദിവ്യാസ്ത്ര എന്നത് ഏത് മിസൈലിൻ്റെ പരീക്ഷണം ആയിരുന്നു? അഗ്നി 5ൻ്റെതാണ്. 2024 മാർച്ച് 11 നടന്ന മിഷൻ ദിവ്യാസ്ത്ര എന്നത് ഏത് മിസൈലിൻ്റെ പരീക്ഷണമായിരുന്നു? അഗ്നി 5ൻ്റെത് ആണ്. 2025 വിജയകരമായി പരീക്ഷിച്ച 3ാം തലമുറ ടാങ്ക് വേധ മിസൈൽ ആണ് നാഗ് മാർക്ക് 2. നാഗ് മാർക്ക് 2. 2025 വിജയകരമായി പരീക്ഷിച്ചിരുന്ന 3ാം തലമുറ ടാങ്ക് വേധ മിസൈൽ ഏതാണ്? നാഗ് മാർക്ക് 2. ഏത് രാജ്യവുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത്? റഷ്യയുമായി ചേർന്നാണ്. ഏത് രാജ്യവുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത്? റഷ്യയുമായി ചേർന്നാണ്. DRDOയുടെ കീഴിലുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ്. DRDOയുടെ കീഴിലുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റം ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ്. DRDO വികസിപ്പിച്ച കോവിഡിനെതിരെയുള്ള മരുന്നാണ് 2-deoxy-D-ഗ്ലൂക്കോസ്. 2-deoxy-D-ഗ്ലൂക്കോസ്. DRDO വികസിപ്പിച്ച കോവിഡിനെതിരെയുള്ള ഒരു മരുന്നാണ് 2-deoxy-D-ഗ്ലൂക്കോസ്. അബ്ദുൽ കലാം ദ്വീപിൻ്റെ പഴയ പേര് വീലർ ദ്വീപ് എന്നാണ്. അബ്ദുൽ കലാം ദ്വീപിൻ്റെ പഴയ പേര് വീലർ ദ്വീപ് എന്നാണ്. നൈക് അപ്പാച്ചെ വിക്ഷേപിച്ചത് എന്നാണ്? 1963 നവംബർ 21. നൈക് അപ്പാച്ചെ വിക്ഷേപിച്ചത് 1963 നവംബർ 21. അടുത്തത് അടുത്തത് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടെത്തലുകൾക്ക് രൂപം നൽകിയ ഒരു പ്രസ്ഥാനമാണ് ജ്ഞാനോദയ പ്രസ്ഥാനം. ജ്ഞാനോദയ പ്രസ്ഥാനം. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ടീം നയത്തിനെതിരായി പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി എന്നത്. 1773 ഡിസംബർ 16 രാത്രിയിൽ കോളനിവാസികൾ തദ്ദേശീയരുടെ വേഷം ധരിച്ച് ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ നിന്ന് അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യം മുഴക്കിയത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ബ്രിട്ടീഷ് കച്ചവടക്കാർ വടക്കേ അമേരിക്കയിലെ കോളനികളിൽ നടപ്പാക്കിയ ഒരു വാണിജ്യ നയമാണ് മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ബ്രിട്ടീഷ് കച്ചവടക്കാർ വടക്കേ അമേരിക്കയിലെ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം
കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടതാണ് തോമസ് പെയിൻ. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടതാണ് തോമസ് പെയിൻ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നതാണ് 1774. ഏത് വർഷം നടന്ന അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്സിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്? 1776 ജൂലൈ 4-ലാണ്. 1776 ജൂലൈ 4. അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. 1783. 1783 പാരീസ് ഉടമ്പടി. അമേരിക്കയിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നുവെങ്കിലും ബ്രിട്ടനുമായുള്ള യുദ്ധമൊന്നും അവസാനിച്ചിരുന്നില്ല. ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള കരമാർഗമുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കരമാർഗം ദൂരം എത്രയാണ്? 3214. 32, 14, 32, 14, 3214. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനമാണ്. വലുപ്പത്തിൽ ഇന്ത്യക്ക് 7-ാം സ്ഥാനം. മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ആകെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. 15,106.7 കിലോമീറ്റർ ആണ്. 7 രാജ്യങ്ങളുമായാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. 7 രാജ്യങ്ങളാണ്. പടിഞ്ഞാറ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും വടക്ക് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. വടക്ക് വരുന്നത് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. വടക്കു ഭാഗത്ത് കിഴക്ക് വരുന്നത് ബംഗ്ലാദേശും മ്യാൻമറും ആണ്. ഇതിലേറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. 7 രാജ്യങ്ങളുമായാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. പടിഞ്ഞാറ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, വടക്കു ഭാഗത്ത് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, കിഴക്കു ഭാഗത്ത് ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇതിൽ ദൈർഘ്യമേറിയ കരയതിർത്തി വരുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായി കരയതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആസാം, പശ്ചിമ ബംഗാൾ, മിസോറം, മേഘാലയ, ത്രിപുര മുതലായവയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കുറവ് അതിർത്തി വരുന്നത്. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യക്ക് ഏറ്റവും കുറവ് കര അതിർത്തി ഉള്ളത്. ഭൗമഘടനയുടെയും ഭൂവൽ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഇന്ത്യയെ 3ആയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നിവയാണ് ഇവ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഇന്ത്യയെ 5ആയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വടക്കതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതി അറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖല. ഇന്ത്യയുടെ വടക്കതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതി അറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖല എന്നാണ്. അടുത്തത് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിച്ചിരിക്കുന്ന ഹിമാലയത്തിൻ്റെ 3 സമാന്തര പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏത് സമാന്തര പർവ്വത നിരകളാണ് ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്? അത് സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റ് ആൻഡ് ഫാം ഫ്രണ്ട്ലി റിഫോംസ് ഇൻഡെക്സ് പുറത്തിറക്കിയ സ്ഥാപനം ഏത്? നീതി ആയോഗാണ്. നീതി ആയോഗ്. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുവാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായിട്ട് ആവിഷ്കരിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? IRDP, NREP, ട്രൈസം, RLEGP. IRDP, NREP, ട്രൈസം, RLEGP. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 12ാമത്തേത്
ചുവടെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കും? അത് ഓപ്ഷൻ എ സുസ്ഥിര ഉപഭോഗവും ഉൽപാദന രീതിയുമാണ്. സുസ്ഥിര ഉപഭോഗവും ഉൽപാദന രീതിയും ആണ്. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ വികസനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ ഏത് എന്നാണ്? അതിനകത്ത് ATM കാർഡുകൾ, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് മുതലായവയെല്ലാം ഉൾപ്പെടുന്നു. രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതിയാണ്. അത് ഉൽപ്പന്ന രീതി എന്നറിയപ്പെടുന്നു. രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിക്കാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികളിൽ ഉൾപ്പെടാത്തത് എന്താണ്? അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ അനിശ്ചിതത്വമാണ്. കലാമണ്ഡലം ഗോവിന്ദപിള്ള ഏതു പേരിലാണ് പ്രസിദ്ധനായത്? ഗുരു ഗോപിനാഥ്. കഥകളിയുടെ കാഠിന്യം കുറച്ചും സാഹിത്യത്തെ ലഘൂകരിച്ചും ശാസ്ത്രീയത നഷ്ടപ്പെടാതെയും ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപമാണ് കേരള നടനം. ഇപ്പോൾ കലാമണ്ഡലം ഗോവിന്ദപിള്ള അറിയപ്പെട്ടത് ഗുരു ഗോപിനാഥ്. ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നിഘണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈയെടുത്ത ബംഗാളി പണ്ഡിതൻ ആരാണ്? രാധാകാന്തദേവ്. ശബ്ദകൽപദ്രുമം രാധാകാന്തദേവിൻ്റെയാണ് ശബ്ദകൽപദ്രുമം. പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികത്തിലൂടെ അഭിനയിച്ച് അവതരിപ്പിച്ച ഏകാംഗ അഭിനയമാണ് ചാക്യാർകൂത്ത്. പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികത്വത്തിലൂടെ അഭിനയിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയത്തെയാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട ഒരു സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണം ലളിതകലാ അക്കാദമി ആണ്. മലയാള സിനിമയ്ക്ക് വാണിജ്യാടിത്തറ നൽകിയ സിനിമയായിട്ട് അറിയപ്പെടുന്നതാണ് ജീവിതനൗക. മലയാള സിനിമയ്ക്ക് വാണിജ്യാടിത്തറ നൽകിയ സിനിമ എന്നറിയപ്പെടുന്നത് ജീവിതനൗക ആണ്. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞൻ ആരാണ്? രാമസ്വാമി ദീക്ഷിതരാണ് ഹംസധ്വനി രാഗം കണ്ടെത്തിയത്. ഹംസധ്വനി രാഗം കണ്ടെത്തിയത് രാമസ്വാമി ദീക്ഷിതരാണ്. രാമസ്വാമി ദീക്ഷിതർ. ചുവടെ നൽകിയവയിൽ സുകുമാർ അഴീക്കോടിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? അത് ഛത്രവും ചാമരവും. സുകുമാർ അഴീക്കോടിൻ്റെ കൃതികൾ ആണ് തത്വമസി, ഗുരുവിൻ്റെ ദുഃഖം, ഖണ്ഡനവും മണ്ഡനവുമാണ് സുകുമാർ അഴീക്കോടിൻ്റെ കൃതികൾ. സുകുമാർ അഴീക്കോടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് തത്വമസി, ഗുരുവിൻ്റെ ദുഃഖം, ഖണ്ഡനവും മണ്ഡനവും. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരണത്തിൻ്റെ 125ാം വാർഷികം ആഘോഷിച്ച വർഷം എന്നാണ്? അത് 2014. 1889 ഡിസംബർ 9 ഇന്ദുലേഖ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ദുലേഖ മാധവൻ, സൂരി നമ്പൂതിരിപ്പാട്, പഞ്ചുമേനോൻ തുടങ്ങിയവർ നോവലിലെ കഥാപാത്രമാണ്. ആദ്യ മലയാള നോവൽ എന്നറിയപ്പെടുന്ന കുന്തലത പ്രസിദ്ധീകരിച്ച 1887. മഹാകവി കുമാരനാശാൻ്റെ വീണഭൂമിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് 2007. ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നീ കാവ്യങ്ങളുടെ ശതാബ്ദി 2022 1924 ജനുവരി 16 പല്ലനിയാറ്റിൽ വെച്ച് ഉണ്ടായ റെഡിമർ ബോട്ട് അപകടത്തിലാണ് ആശാൻ അന്തരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ദസ്തോവ്സ്കിയുടെ നോവൽ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അല്ലാത്തതാണ് അന്ന കരീന. അന്ന കരീന രചിക്കുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ദസ്തോവ്സ്കിയുടെ നോവലാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ബ്രദേഴ്സ് കാരമസോവ്, ഇഡിയറ്റ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ദസ്തോവ്സ്കിയുടേതാണ്. ബ്രദേഴ്സ് കാരമസോവ് ദസ്തോവ്സ്കിയുടെയാണ്. ഇഡിയറ്റും ദസ്തോവ്സ്കിയുടെയാണ്. റഷ്യൻ എഴുത്തുകാരനായ ദസ്തോവ്സ്കിയുടെ ജീവിതം ആധാരമാക്കിയിട്ട് പെരുമ്പടവം ശ്രീധരൻ രചിച്ചൊരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. റഷ്യൻ എഴുത്തുകാരനായ ദസ്തോവ്സ്കിയുടെ ജീവിതം ആധാരമാക്കിയിട്ട് പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു